ഇക്ക വന്നിട്ട് വേണം മോളുടെ കാത് കുത്താനെന്നുള്ളത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഇക്ക വന്നപ്പോൾ നേരെ ഞങ്ങൾ പോയി മഞ്ചേരി NTK ജ്വല്ലറിയിൽ കാത് കുത്താൻ. കൂടെ കുറച്ച് കുട്ടിപ്പട്ടാളത്തിനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ധൈര്യത്തിന്. വേറെ ആരുമല്ല, ഇത്താടെ പിള്ളേർ. അവരും കൂടെ ഉള്ളപ്പോൾ മോള് കുറച്ചുകൂടെ ഹാപ്പിയാണ്. അപ്പം പെട്ടെന്ന് കാത് കുത്തി തിരിച്ചു വരാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ അവൾ ഒട്ടും അടങ്ങിയിരിക്കുന്നില്ല. ഭയങ്കര ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. എല്ലാവരും പിറകെ കിടന്ന് ഓട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവളെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ കുറച്ച് മിഠായി ലോലിപോപ്പൊക്കെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് ആളെ സെറ്റാക്കി ഒന്ന് ഇരുത്തി. ഇക്കാൻ്റെ മടിയിലാണ് കേട്ടോ ഇരുത്തിയത്. എനിക്ക് അതിനേക്കാളും ഭയങ്കര പേടിയാണ്. ഇക്കാൻ്റെ മുഖത്താണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ പിടിക്കണോ എന്നൊക്കെ ചോദിച്ച് മനസ്സോടെയാണ് ആൾ പിടിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ആലോചിച്ചത്, ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് എന്തോ ഒരു ക്ഷീണം വന്ന് ഞാൻ കിടക്കുമായിരുന്നു. ആ സമയത്ത് കൂടെ വന്ന് ഇക്കാനെ കാണുന്നില്ല. നോക്കുമ്പോൾ ഏതോ ഒരു കുഞ്ഞിന് ഇഞ്ചക്ഷൻ വെക്കുന്ന നോക്കിയിരുന്ന് ആൾക്ക് ക്ഷീണം വന്ന് അവിടെ ബെഡ് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ആളുടെ കയ്യിലാണ് ഞാൻ കുഞ്ഞിന് കൊടുത്തേക്കുന്നത്. ഇപ്പം മോള് കാണിക്കുന്ന പരാക്രമങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നതിനാണ് കേട്ടോ. മാർക്ക് ചെയ്യുന്നതിന് ഇങ്ങനെയാണെങ്കിൽ കാത് കുത്തുമ്പോൾ എങ്ങനെയായിരിക്കും? നല്ല ചേലായിരിക്കും. കുറച്ച് നേരത്തെ കാത് കുത്തണ്ടേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കുറ്റപ്പെടുത്തുന്നൊക്കെ ഞാനപ്പോൾ ആലോചിച്ചു. പക്ഷെ കാത് കുത്തിയപ്പം യാതൊരു റെസ്പോൺസും മോൾക്കില്ലായിരുന്നു കേട്ടോ. അവൾ കൂളായിട്ടാണ് ഇരുന്നത്. കയ്യിൽ ഇനി പാട്ടുള്ളതുകൊണ്ടാണോ എന്തോന്നറിയില്ല, അത് മോൾ ശ്രദ്ധിച്ചതേയില്ല. കയ്യിലിരിക്കുന്ന ലോലിപോപ്പ് നുണഞ്ഞ് വീണ്ടും അവൾ പാട്ട് കണ്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മുഖത്തൊക്കെ ചിരി പടർന്നു എന്ന് പറയാം. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഇത്രയുള്ള സംഭവം. ആൾക്ക് കണ്ണാടിയിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊന്നും യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പോൾ ഈ ആൾക്കാരൊക്കെ നേരത്തെ പറയുന്നതൊക്കെ ചുമ്മാതാന്നൊക്കെ തോന്നി. പക്ഷേ രണ്ടാമത്തെ കാത് കുത്തിയപ്പോഴാണ് മോനെ സീന്. കാരണം ഭയങ്കരമായിട്ട് കരഞ്ഞു എന്ന് പറയാതിരിക്കാൻ വയ്യ. കലം പൊളിച്ചു എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിരുന്നു കേട്ടോ. അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടുള്ള ഓട്ടമായിരുന്നു. പിന്നെ കുറേ നേരം എല്ലാവരും കിടന്ന് ആശ്വസിപ്പിച്ചിട്ടും ഒന്നും സമാധാനിപ്പിച്ചിട്ടും ഒന്നും കാര്യമില്ലായിരുന്നു. ലോലിപോപ്പൊക്കെ എടുത്ത് എറിഞ്ഞവൾ. പിന്നെ ഒരു വിധത്തിലൊക്കെ നമ്മൾ സെറ്റാക്കി പട്ടൊക്കെ കൊടുത്തിട്ടാണ് ആളെ നമ്മൾ തിരിച്ചു കൊണ്ടുപോയത്. അപ്പം ആരെങ്കിലും ഇതുപോലെയൊക്കെ കാത് കുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കുത്തുന്നത് നല്ലതായിരിക്കും. അതൊക്കെ പോട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞു പെണ്ണിന് കാത് കുത്തിയിട്ട്? ചേലുണ്ടോ? എനിക്ക് ഭയങ്കര ചുന്ദരിയായിട്ട് തോന്നിയിട്ട് കുറച്ച് വളർന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.